ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ഒരു 4 വശമുള്ള ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. നമുക്കത് സൈക്ലിക്കാണ്, കാരണം അതൊരു സർക്കിളിനകത്താണ് അതിൻ്റെ 4 പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻറ്റ് ഇ, അത് അതിൻ്റെ ഡയഗണൽസ്, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ക്രോസായിട്ട് വരയ്ക്കുന്ന ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് പോയിൻറ്റ് ഇയിൽ. ഉണ്ടോ? ആംഗിൾ DBC, ഈ ആംഗിൾ 70 എന്ന് തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് 70 തന്നിട്ടുണ്ട്. പിന്നെ BAC, ഈ ആംഗിൾ 30 തന്നിട്ടുണ്ട്. ഫൈൻഡ് BCD ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. BCD ഈ മൊത്തത്തിലുള്ള ആംഗിൾ കാണണം. പിന്നെ അത് മാത്രമല്ല AB = BC, അത് ഗിവൺ. കണ്ടോ? ഈ ലൈൻ തന്നിട്ടുണ്ട്, നമുക്ക് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ആംഗിൾ ECD ഈ ആംഗിളും കണ്ടുപിടിക്കണം. ECD, ഈ ചെറിയ ആംഗിൾ, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ആംഗിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗിൾസ് ഇൻ സെയിം സെഗ്മെൻറ്റ് ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ 30 തന്നിട്ടുണ്ട്, ഇവിടെ 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ നിന്നല്ലേ പോകുന്നത്. അപ്പോൾ ഇത് 30 കേട്ടോ. ഇനി ഇത് 70 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് പോകുന്നത്. കണ്ടോ? ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് ഈ ആംഗിൾ വന്നിട്ടുള്ളത് 70. അപ്പോൾ നമുക്കറിയാം സെയിം സെഗ്മെൻറ്റ് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 70 ആണ്. അപ്പോൾ 70 2 ആംഗിൾസ് കിട്ടി, ഇവിടെ 30 കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആംഗിൾ BAD = ഇവിടെ 30 കിട്ടിയിട്ടുണ്ട്. BAD അത് ഈക്വൽ ടു BAC പ്ലസ് ഈ 30ഉം ഇവിടെ കിട്ടിയത് 70ഉം ഉണ്ടോ? ഈ 2 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. ഇവിടെ നമുക്ക് 70 കിട്ടും, കാരണം നമുക്ക് ഇവിടെ 70 അപ്പോൾ ഇവിടെ 70. പിന്നെ ഇവിടെ 30 ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആംഗിൾ 70 30 100 അല്ലേ. ഇനി ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, സൈക്ലിക്കുമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അത് 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായി? അതായത് ഈ ആംഗിൾ മൊത്തം 100 അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 80 ആയിരിക്കും. ടോട്ടൽ 80 ആയിരിക്കും, കാരണം അത് 180 ഡിഗ്രിയാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടി, അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 80 കിട്ടി. ഉണ്ടോ? BCD 80 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി BCDൻ്റെ അതിൽ തന്നെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ABC എന്നുള്ളൊരു ട്രയാങ്കിൾ ഉണ്ട്. നമുക്കറിയാം ഇത് 30 നമുക്ക്. ഈ ഒരു ചെറിയ ആംഗിൾ 70 കേട്ടോ. ഈ ട്രയാങ്കിൾ അതിൽ AB = BC അത് തന്നിട്ടുണ്ട്. ABയും BCയും തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ആംഗിൾ BCA = CAB. 2 ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ABC ഈ ട്രയാങ്കിൾ ഇതും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനും ഈക്വലാണ്. അതായത് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് ബേസ് ആംഗിൾസ്? ഇതിപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണെന്ന് വിചാരിക്കും. ഇതും ഐസോസെലസ് ആണ്. ഈ ആംഗിളും സെയിം ആയിരിക്കും. സെയിം ആയിട്ടുള്ള ആംഗിളായിരിക്കും ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ്. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ വശം ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള വശങ്ങളുടെ അതിൻ്റെ സൈഡിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ 30 ഡിഗ്രി കിട്ടി. BCA ഇവിടെ 30 ആണ്. കണ്ടോ? അതായത് ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും നമുക്ക് 30 കിട്ടി. ഇവിടെ 30 കിട്ടിട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് 30 കിട്ടി. ഇനി 2 ആംഗിൾസും 80 എന്ന് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ടോട്ടൽ ആംഗിൾ 80 ആണ്. അപ്പോൾ ആ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 50 ആയിട്ടാണ് കിട്ടുക. ഈ ആംഗിൾ 50 ആയിരിക്കും. ഓക്കെ, അതായത് ടോട്ടൽ ആംഗിൾ 80 ആണ്. പിന്നെ ഒരെണ്ണം 30 നമുക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ 50 ആയിട്ടാണ് കിട്ടുന്നത്. കണ്ടോ? അങ്ങനെയാണ് ഈ ആംഗിൾ 50 കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പ്രോബ്ലംസ് സോൾവ് ആയി അല്ലേ? ആംഗിൾ BCD BCD ഈ മൊത്തത്തിലുള്ള ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 80.
പിന്നെ ECD ഇതും കിട്ടി. ഇതെങ്ങനെയാണ് 50 ടോട്ടൽ നമുക്ക് 80 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 30 കിട്ടിയിട്ടുണ്ട്, അവിടെ 50 നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ചില പ്രോപ്പർട്ടികൾ മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി ആംഗിൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, താങ്ക് യു.